ഹലോ എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ സോണിയ ജെയിനസ്. അപ്പൊ ഇന്ന് ഏത്തക്കായ കൊണ്ട് ഈ പഴുത്ത് കറുത്ത ഏത്തക്കായൊക്കെ നമ്മുടെ വീട്ടിൽ കാണുമല്ലോ. അപ്പൊ അത് വെറുതെ കളയണ്ട. അതുകൊണ്ട് വളരെ ടേസ്റ്റിയും വളരെ സോഫ്റ്റും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇലയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ ഹെൽത്തിയാണ്, എളുപ്പം ഉണ്ടാക്കാനും എളുപ്പമാണ്. അപ്പം അതെല്ലാവരും കയറി കാണുക. കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇലയുടെ ഉണ്ടാക്കുന്നതിന് വേണ്ടി നല്ല പഴുത്ത ഏത്തക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് അരിഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ചേർക്കാനായിട്ട് തേങ്ങ വേണം. തേങ്ങയും ചിരണ്ടിയെടുക്കുക. അത് കഴിഞ്ഞ് ഒരു പാൻ എടുത്ത് അടുപ്പയിലേക്ക് വെക്കുക. ഒരു പാത്രം വെക്കുക. അടി കട്ടിയുള്ള പാത്രം അല്ല, നോൺ സ്റ്റിക്ക് പാത്രം. അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയാണെങ്കിലും മതി. നമ്മുടെ ടേസ്റ്റിൻ്റെ അനുസരിച്ച് നെയ്യോ വെളിച്ചെണ്ണയോ എന്ത് വേണമെങ്കിലും ചേർക്കാം. ഞാനിവിടെ നെയ്യാണ് ഒഴിച്ചേക്കുന്നത്. അതിലേക്ക് ഇച്ചിരി ഏറെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഇല്ലാത്തവർ ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട. ഇല്ലെങ്കിൽ ഒന്നും ചേർക്കേണ്ട. അല്പം തേങ്ങാക്കൊത്താണെങ്കിലും വറുത്തെടുത്താൽ മതി. അത് നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഏത്തക്കായുടെ പേസ്റ്റ് അതിലേക്ക് ആ നെയ്യിലേക്കോ വെളിച്ചെണ്ണയിലേക്കോ ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് അത് ഇളക്കി ആ നെയ്യുമായിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്ക് ചേർത്ത് അതും ആ ഏത്തക്കായ മിക്സുമായിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി മീഡിയം ഫ്ലെയിമിലിട്ട് അത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. നന്നായിട്ട് ഇളക്കി നന്നായിട്ട് യോജിച്ച് വരുമ്പോഴേക്കും പാനിയാക്കി വെച്ചിരിക്കുന്ന ശർക്കര നമുക്ക് നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ആവശ്യത്തിലുള്ള മധുരം അനുസരിച്ച് ഒഴിച്ചതിന് ശേഷം അതും വീണ്ടും കുറച്ച് നേരം ഇട്ട് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിലേക്ക് ഏലക്കായും ജീരകവും പൊടിച്ച് ചേർക്കണം. അതിലേക്ക് ആവശ്യത്തിന് ഏലക്കായും ജീരകവും പൊടിച്ചത് ഇട്ട് കൊടുക്കുക. ഏലക്കായും ജീരകവും ഇട്ടതിന് ശേഷം വീണ്ടും അത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന വറുത്ത റവയൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. ഞാൻ അതാണ് എടുത്തേക്കുന്നത്. ആ റവ അരിപ്പൊടിയും മൈദയും അങ്ങനെയുള്ളതൊന്നും അല്ല ചേർത്തിരിക്കുന്നത്. ഞാൻ റവയാണ് എടുത്തിരിക്കുന്നത്. ആ റവ ആ മിക്സുമായിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നോക്കാം. പിന്നെ ഈ റവ ഇടുമ്പോൾ അതിൻ്റെ കൂടെ നമുക്കൊരല്പം ഉപ്പ്, മധുരത്തിൻ്റെ കൂടെ ഒരു അല്പം ബാലൻസിന് വേണ്ടി ഉപ്പ് വേണമെന്ന് പറയുമല്ലോ. അപ്പോൾ ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം പാത്രവുമായിട്ട് നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഈ കൺസിസ്റ്റൻസിയിലിരിക്കണം നമ്മുടെ മാവ് ബാറ്റർ. പിന്നെ അതിന് ശേഷം നമുക്ക് ഇത് അടുപ്പയിലേക്ക് വെക്കാനായിട്ട് വാഴയില എടുക്കാം. വാഴയില എടുത്ത് ചെറിയ ഉണ്ടയായിട്ട് നമുക്ക് ആ വാഴയിലേക്ക് വെച്ച് കൊടുത്ത് ആ വാഴയിലേക്കകത്ത് എണ്ണയോ നെയ്യോ വല്ലതും തേച്ചതിന് ശേഷം കുറേശ്ശെ എടുത്ത് പരത്തി അടയുടെ രൂപത്തിലാക്കി നമുക്ക് അപ്പച്ചെമ്പിലേക്ക് വെച്ച് കൊടുക്കാം. ആ സമയം കൊണ്ട് അപ്പച്ചെമ്പിലേക്ക് വെള്ളം ഒഴിച്ച് ആവിയേറ്റം വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇലയെല്ലാം ആക്കിയതിന് ശേഷം അടുപ്പയിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പം ആവി കയറിയതിന് ശേഷം നമ്മുടെ സൂപ്പർ ടേസ്റ്റി വളരെ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ഇലയുടെ റെഡി ആയിട്ടുണ്ട്. എന്തോ ഒരു ടേസ്റ്റാണെന്നറിയാം. എല്ലാവരും ഒന്ന് വീട്ടിൽ ചെയ്ത് കൊടുക്കണം. എല്ലാ മക്കൾക്കും വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം ഇതുപോലെ ഞാൻ ഒത്തിരി റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട്. എൻ്റെ വീഡിയോ എല്ലാവരും കയറി കാണണം. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ടാറ്റ, ബൈ ബൈ, സീ യു സൂൺ.